കഴിഞ്ഞ 10 വർഷക്കാലം കേരള ജനത ശ്വാസം മുട്ടിയാണ് ജീവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വികസന കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും വോട്ട് ചോദിക്കാൻ വന്നത്. പക്ഷേ കേരളത്തിലെ ജനം എങ്ങനെ അരിവാങ്ങി കഴിയുന്നു, എങ്ങനെ ജീവിക്കുന്നു എന്നവർ അന്വേഷിച്ചില്ല. ഇത് മാത്രമല്ല, കേരള പോലീസിനെ കൊണ്ട് പരമാവധി ഉപദ്രവിക്കാൻ പറ്റുന്ന എല്ലാവരും ചെയ്തു. നവകേരള സദസ്സിലായിരുന്നു അത് ഏറ്റവും കൂടുതൽ കണ്ടത്. അതാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓടിയത്. സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും നാട്ടുകാരെയും മറ്റുള്ളവരും എല്ലാം പഞ്ഞിക്കിട്ടു. പോലീസിനെ ഉപയോഗിച്ച് പഞ്ഞിക്കിട്ടു. CPM ഗുണ്ടകളും വളഞ്ഞിട്ട് തള്ളി. അതായത് ഗുണ്ടകളും പോലീസും ഒരുപോലെ തള്ളി. പോലീസിനെ കൊണ്ട് ഗുണ്ടാപ്പണി ചെയ്യിച്ച ഒരു സർക്കാരായിരുന്നു പിണറായി സർക്കാർ. എന്നിട്ട് അതിനൊരു പേരുമിട്ടു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ തലതല്ലി പൊളിക്കുന്നതിനെ, നടുതല്ലി പൊളിക്കുന്നതിനെ രക്ഷാപ്രവർത്തനം എന്ന പേര് വിട്ടു. ഇതിനു മുമ്പ് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലാണ് പിണറായിയെ വിമർശിച്ചത്, ഏറ്റവും ഭയങ്കരമായിട്ട് വിമർശിച്ചത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ രാഹുൽ മാങ്കൂട്ടത്തെ സൂത്രത്തിൽ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും നോക്കിയത്. സകല പെണ്ണ് കേസും പൊന്നിയതെല്ലാം. അയാൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നു എല്ലായ്പ്പോഴും. തിരുവനന്തപുരത്തുണ്ടായിരുന്ന അയാളെ അപ്പോഴൊന്നും പൊക്കാതെ വീട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോൾ അമ്മയുടെ മുന്നിൽ നിന്ന് പൊക്കിക്കൊണ്ടുപോയി ജയിലിൽ അടച്ചത് നമ്മളെല്ലാം കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തെ ഭയന്നിട്ട്, അല്ലെങ്കിൽ അയാളെ ഭയപ്പെടുത്തി അയാളെ ഒതുക്കാമെന്നൊരു ധാരണ. അത് ഏറ്റില്ല, നമുക്കറിയാം. അത് ഏൽക്കാത്തത് കൊണ്ടാണ് പിന്നീട് മറ്റു കേസുകൾ വന്നതെന്നൊക്കെ നമുക്കറിയാം. മാധ്യമപ്രവർത്തകരോടായിരുന്നു പിന്നീടുള്ള കലിപ്പ്. മാധ്യമപ്രവർത്തകരെ ഏതൊക്കെ വിധത്തിൽ ആക്ഷേപിക്കാൻ പറ്റുമോ, അപമാനിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. ചില പത്രങ്ങളും ചില ചാനലുകളുണ്ട്. ഇപ്പൊ കൈരളി ചോദിച്ചാൽ മറുപടി ഉണ്ട്. ബാക്കിയുള്ളവർ നമുക്കറിയാമല്ലോ, ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് മാധ്യമപ്രവർത്തകൻ എഴുന്നേറ്റ് നട്ടൽ നിവർത്തി ചോദിച്ചത്, നിങ്ങൾക്ക് ഇവരോട് മാത്രം സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാ വിളിച്ചു വരുത്തുന്നതെന്ന് ചോദിച്ചല്ലോ. അപ്പോ മാധ്യമപ്രവർത്തകരെ മുഴുവൻ അങ്ങനെ അപമാനിക്കുക. പിന്നെ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മാധ്യമപ്രവർത്തനം നടത്തുന്ന പിണറായിസത്തിന്റെയും ഗുണ്ടായിസത്തിന്റെയും CPMന്റെ കൊള്ളരുതായ്മയെക്കുറിച്ചും സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും വിളിച്ചു പറയുന്ന യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ അതുപോലെ സോഷ്യൽ മീഡിയ ചാനലുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, ഇതിനെയൊക്കെ വരിഞ്ഞു പൂട്ടാൻ, അവരെ ഒതുക്കാൻ വേണ്ടി നടത്തിയ കുൽസിത ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മറുനാടൻ മലയാളി എന്ന സ്ഥാപനത്തിൽ കയറി കാണിച്ചിട്ടുള്ള വേല. അവിടുത്തെ മൗസ് പാഡ് അടക്കം എടുത്തുണ്ട്. മൗസ് പാഡിൽ നിന്ന് എന്ത് ഡിജിറ്റൽ എവിഡൻസ് കിട്ടാനാണ്? സകല കമ്പ്യൂട്ടറും അവർക്ക് ആവശ്യമുള്ള എന്താണോ അത് ഏതെങ്കിലും ഒരു ഹാർഡ് ഡിസ്കിലായിരിക്കും ഉണ്ടായിരിക്കുക. അത് എടുത്തുകൊണ്ട് പോയാൽ മതി അവർക്ക് പരിശോധിക്കാനാണെങ്കിൽ. അത് എടുത്തുകൊണ്ട് പോയി അതിന്റെ കേസ്, അതിന്റെ മോണിറ്ററിൽ നിന്ന് എന്ത് കിട്ടാൻ? അതുപോലെ ക്യാമറകൾ, CCTV ക്യാമറകൾ, അങ്ങനെ മുഴുവൻ എന്തൊക്കെ അവിടെ നിന്ന് ഇളക്കിക്കൊണ്ട് പോകാൻ പറ്റുമോ അത് മുഴുവൻ ഇളക്കിക്കൊണ്ടുപോയി. ബെഞ്ചും ഡെസ്കും ഇളക്കിക്കൊണ്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് അത് നിലത്ത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചെന്നാ തോന്നുന്നു. അതുതന്നെ കൊണ്ടുപോകാൻ കഴിയാഞ്ഞിട്ടാണോ? ഏതായാലും അതുകൊണ്ട് മാത്രം അതെടുത്തുകൊണ്ട് പോയില്ല, അല്ലെങ്കിൽ അതിനോട് കൊണ്ടുപോയാൽ. അതുപോലെ തന്നെയാണ് DNA ന്യൂസിൽ കാണിച്ചത്. DNA ന്യൂസിൽ ആ പാവം പെണ്ണുമ്പിള്ളയുടെ കെട്ടുതാലി വരെ പണയം പഠിച്ചിട്ടാണ് 2 കമ്പ്യൂട്ടറും വാങ്ങി അവിടെ വെച്ചിരുന്നത്. അത് എടുത്തുകൊണ്ട് പോയി. എന്നെ പോലെയുള്ള ചിലരൊക്കെയാണ് പിന്നെ അവസാനം ആ ചാനലിലെ റീച്ച് കുറയാതിരിക്കാൻ വേണ്ടി വാർത്ത വായിച്ച് എല്ലാം അയച്ചു കൊടുക്കേണ്ട സാഹചര്യം വന്നത്. അത്രത്തോളം നശിപ്പിച്ചു കളഞ്ഞില്ലേ ചിലരെയൊക്കെ. ഞാനും കിടന്നില്ലേ 2 ദിവസം പിണറായിസത്തെ കുറിച്ച് വാർത്ത ചെയ്തത് കൊണ്ട് ഒരു അവസരം കിട്ടിയപ്പോൾ കിടക്കട്ടെ ഒരു 2 ദിവസം എന്ന് കരുതിയിട്ട് അങ്ങനെ ശ്രമിച്ചു. എന്റെ വക്കീലും നീതിപൂർവമായ മജിസ്ട്രേറ്റ് ഒരു ജഡ്ജും അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ വേഗം പുറത്തു വന്നു. ഇല്ലെങ്കിൽ അവിടെ കിടക്കേണ്ടി വന്നു തന്നെ കുറച്ച് നാളെ. ഇതാണ് കേരളത്തിലെ പൊതുവായൊരു അവസ്ഥ. ജനവിരുദ്ധത മുഴുവൻ വിളിച്ചു പറയുന്ന, ഇന്നത് ചെയ്യുന്നുണ്ട് എന്ന് വിളിച്ചു പറയുന്ന മുഴുവൻ മാധ്യമങ്ങളെയും തകർക്കാൻ വേണ്ടി ശ്രമിച്ചതല്ല നമ്മൾ കണ്ടത്. പത്രപ്രവർത്തകരെ മുഴുവൻ നശിപ്പിക്കുന്നു. പിന്നെ മന്ത്രിമാരുടെ വക അത് വേറെ. ഇപ്പൊ അവസാനം നടന്നത് വീണ ജോർജിന്റെ കഥ നമുക്കറിയാം. ആ കേസുവിന്റെ പ്രവർത്തകർ 5 പേർ, അവർ മന്ത്രിയുടെ 7 അയലത്ത് ചെന്നിട്ടില്ല എന്ന് CCTV ദൃശ്യങ്ങളും അല്ലാതെ എടുത്ത ദൃശ്യങ്ങളും പരിശോധിച്ചാൽ മനസ്സിലാവും. ഇതൊക്കെ കണ്ട ശേഷം ഇതേ പോലീസിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചില്ലേ? പോലീസ് എന്താ ചെയ്തത്? പിണറായി പറയുന്ന അനുസരിച്ചിട്ട്, പിണറായിയാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ പറയുന്ന അനുസരിച്ചിട്ട് വധശ്രമത്തിന് കേസെടുത്തു. പോലീസുകാർക്ക് അറിയാം ഈ കേസ് നിലനിൽക്കില്ല, ഇത് കള്ളക്കേസാണ്. എഴുതുന്ന FIR ഇടുന്ന പോലീസുകാർ, അല്ലെങ്കിൽ റിപ്പോർട്ട് കൊടുക്കുന്ന പോലീസുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഇത് കള്ളപ്പരാതിയാണ്, മന്ത്രി നുണ പറയുന്നതാണ് എന്ന് പറയാം. പക്ഷെ ഗതികേടാണ്. അവർ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എഴുതാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രത്തോളം ഈ പോലീസുകാരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്നില്ലേ? ഷാജസ് കറിയന്റെ ഓഫീസിൽ കയറിയും അതുപോലെ DNA ന്യൂസിന്റെ ഓഫീസിൽ കയറിയും ഈ കമ്പ്യൂട്ടർ സാധനങ്ങൾ മുഴുവൻ എടുത്തുകൊണ്ട് പോയിട്ടുള്ള ആ പോലീസുകാർ പറഞ്ഞത് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല, മോളിൽ നിന്ന് ഓർഡർ വന്നിട്ടെന്നാണ്. അതുപോലെ തന്നെയാണ് വീണ ജോർജിന്റെ കാര്യം വന്നിട്ടുള്ളത്. വീണ ജോർജിന്റെ കാര്യത്തിൽ KSU പ്രവർത്തകരെ വധശ്രമത്തിന് കേസെടുത്ത് മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ള കേസ് എടുത്ത് അയക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേറെ നിവൃത്തിയില്ല. കാര്യം അത്തരത്തിലാണ് ഓരോ കാര്യങ്ങൾ പോലീസിനെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ പോലീസിന്റെ പണിയെടുക്കാൻ അനുവദിക്കാതെ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സ്വത്തിനും
ഞങ്ങൾ കാവൽ നിന്നോളാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അവരുടെ രക്ഷകരായി സംരക്ഷകരായി നിലനിൽക്കുന്ന പോലീസിനെ പാർട്ടിയുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഗുണ്ടകളാക്കി പ്രവർത്തിപ്പിച്ച് അവരുടെ സകല തോന്നിയാസത്തിനും ഉപയോഗിച്ചതിന്റെ ആ കലിപ്പ് ഇന്നലെ തന്നെ, അതായത് ഭരണം മാറുമെന്ന് ഉറപ്പായ ഇന്നലെ തന്നെ അവർ പ്രയോഗിച്ചു തുടങ്ങി എന്നതാണ് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ്. ഇന്നലെ പാലക്കാട് രമേശ് പിഷാരടിയുടെ വിജയാഹ്ലാദ പ്രകടനം നടന്നു പോകുമ്പോൾ അതിന് നേരെ കല്ലെടുത്തെറിഞ്ഞ് അതിൽ കലിപ്പുണ്ടാക്കിയ കുറച്ചെണ്ണം ഇതിങ്ങനെയൊക്കെ തെമ്മാടിത്തരം കാണിച്ചിട്ട് അവിടെ നിൽക്കുന്ന പരിപാടിയൊന്നുമില്ല, ഓടി പാർട്ടി ഓഫീസിൽ കയറും. കാര്യം പോലീസുകാർ പാർട്ടി ഓഫീസിൽ കയറില്ലല്ലോ, അങ്ങനെ കരുതിയത്. അങ്ങനെ സകല തെമ്മാടിത്തരം കാണിച്ചിട്ട് പാർട്ടി ഓഫീസിൽ കയറിയിട്ടുള്ള ആ പാർട്ടി പ്രവർത്തകരെ പോലീസ് പാർട്ടി ഓഫീസിൽ കയറി പാഞ്ഞു കിട്ടും. കൊടുത്തു നല്ല അടി, നല്ല നല്ല പിളക്കനടി, പ്ലക്കെ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതായിട്ട്, ആ അടിയൊക്കെ കൊണ്ടതായിട്ട് പിന്നീട് ഷർട്ടൊക്കെ ഊരിയിട്ട് CPM പ്രവർത്തകർ ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യും എന്നൊക്കെ പറയുന്നത് കേട്ടു. അതൊക്കെ വെറുതെ ഭരണം പോയിട്ടുള്ള CPM ആണ് നിങ്ങൾ ഭയക്കേണ്ടത് എന്ന് പറയുന്നത് അതൊക്കെ പണ്ടത്തെ കാലം. ഇനിയിപ്പോ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷം ജനങ്ങൾ നിങ്ങളുടെ ഭരണത്തിൽ, നിങ്ങളുടെ ദുർഭരണത്തിൽ, നിങ്ങളുടെ സ്വഭാവത്തിലൊക്കെ സഹി കെട്ടിരിക്കുകയാണ്. പോലീസും കൂടി നിങ്ങളുടെ കൂടെ ആയതുകൊണ്ട് അവർക്ക് നിയമം നീതി അനുകൂലമായി കിട്ടില്ല എന്നൊരൊറ്റ കുഴപ്പം കൊണ്ട് മാത്രമാണ് ശരിക്കും ഒന്നും മിണ്ടാതിരുന്നത്. ഇനി നിങ്ങളെ നേരിടുന്നത് പോലീസുകാർ മാത്രമായിരിക്കില്ല, ജനങ്ങളും കൂടി ആയിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഇറങ്ങുന്നതായിരിക്കും നല്ലത്. Different angles. Don't forget to subscribe and support this channel.